ഓക്കെ ഡിയർ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇൻ ദ പിക്ചർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? അല്ലേ, ഈ ഒരു പിക്ചറിൽ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയയും അതിൻ്റെ സൈഡും കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, പക്ഷെ നമ്മൾ അതിൻ്റെ സൈഡൊന്നും തന്നിട്ടില്ല. ഏരിയ കാണണമെങ്കിൽ സൈഡ് വേണം, സൈഡ് കാണണമെങ്കിൽ ഏരിയ വേണം. ഏതും നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമ്മൾക്ക് അടുത്തൊരു ആളുണ്ട്, ഒരു റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണം അല്ലേ, അതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സൈഡാണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് കിട്ടിയാൽ മതി. നമുക്കറിയാം പൈതഗോറസ് തിയറം നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ എയും ബിയും സിയും നോക്കാം അല്ലേ. ഓക്കെ, എ ബി സി, ഇവിടെ നമുക്ക് ബി ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്കറിയാം ബി സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, സി എന്ന് പറയുന്നത് 3.5 ആണ്. അപ്പോൾ നമുക്കറിയാം 3.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ അല്ലേ. അപ്പോൾ 3.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12.25 എന്ന് കിട്ടി. അതുപോലെ ഇവിടെ 2.25 എന്ന് കിട്ടിയിട്ടുണ്ട്, ഈക്വൽ ടു 10. ഓക്കെ, അപ്പോൾ നമ്മുടെ ബി സ്ക്വയർ ആണ് 10 അല്ലേ. ബി സ്ക്വയർ 10, അതായത് ബി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ രണ്ടിടത്തും സ്ക്വയർ റൂട്ട് കൊടുക്കണം അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 10. രണ്ടിടത്തും സ്ക്വയർ റൂട്ട് കൊടുക്കുമ്പോൾ കണ്ടോ, സ്ക്വയർ റൂട്ടും സ്ക്വയറും കൂടെ കട്ട് ചെയ്ത് പോയി ബാക്കി ബി ആയി വന്നു. ബി ഈക്വൽ ടു √10 അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് 10. അപ്പോൾ നമ്മുടെ ബി എന്ന സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, √10 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? സൈഡ് √10 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്താണ്? √10ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ വീണ്ടും കണ്ടോ, റൂട്ടും ഈ ഒരു സ്ക്വയറും അവിടെ പോയി. കണ്ടോ, ഏരിയ കണ്ടോ, √10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂട്ടും സ്ക്വയറും കട്ട് ചെയ്ത് പോയി ബാക്കി 10 മാത്രമായി. ഓക്കെ.